ഹലോ ഗൈസ്, അനിമൻറ്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിയറി നോമിയുടെ എപ്പിസോഡ് 6 ആയിട്ടാണ്. വൺ പീസ് വേൾഡിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ 2 ചാപ്റ്ററുകളിൽ റിപ്പീറ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത ഒരു കാര്യം, പങ്ക് ഹസാഡിൽ ഫ്രോസ് ആയി കിടക്കുന്ന ഗലേല ജയൻസ്. ചാപ്റ്റർ 1154 കിങ് ഹരാൾഡും എൽഡർ ജാർലും തമ്മിലുള്ള കോൺവെർസേഷനിലും, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ചാപ്റ്റർ 1156 സെബക്ക് ബുള്ളിയുടെ ക്രൂവിനോട് സംസാരിക്കുമ്പോഴും ഈ ഗലേല ജയൻസിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അവരെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമന്റ്, പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇത്തരം ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. സോ ഗൈസ്, അപ്പൊ ഈ ഗലേല എന്നുള്ള പേര് വൺ പീസിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് എവിടെ വെച്ചാണ്? വാട്ടർ 7. അവിടെ ഐസ്ബർഗ് ലീഡ് ചെയ്യുന്ന ആ ഷിപ്പ് റൈറ്റ്സിന്റെ ഗ്രൂപ്പിനെയാണ് ഗലേല കമ്പനി എന്ന് പറയുന്നത്. വാട്ടർ 7 ആർക്കിൽ ആ ഷിപ്പിംഗ് യാർഡിലേക്ക് സ്ട്രോ ഹാറ്റ്സ് ഫസ്റ്റ് കയറിയപ്പോൾ ലൂഫി യൂസോപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടം വളരെ വലുതാണല്ലോ, ഇത്രയും ജയന്റ് ആയിട്ടുള്ള ഒരു ടൗൺ മുൻപ് കണ്ടിട്ടില്ല എന്നൊക്കെ. സോ ഇതൊക്കെ പണ്ട് നിർമ്മിച്ചത് ഗലേലയിലെ ഷിപ്പ് റൈറ്റ്സ് ആയിട്ടുള്ള ഏൻഷ്യന്റ് ജയൻസ് ആയിരിക്കാം. പിന്നെ വാട്ടർ 7 സാഗയുടെ ലാസ്റ്റ് ഭാഗത്ത് നോക്കിയാൽ ഒയ്മോയും കാഷിയും ഗലേലയിലെ വർക്കേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവർ എൽബാഫിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നറേറ്ററുടെ വോയിസ് ഓവർ വരുന്നുണ്ട്, അതായത് സൗണ്ട്സ് ദാറ്റ് റിംഗ് അബൌട്ട് ആർ ഫ്രം ദ ഹാമേഴ്സ് ഓഫ് ദ ക്രാഫ്റ്റ്സ്മെൻ എന്ന്. ഇപ്പോൾ ചാപ്റ്റർ 1154 നോക്കിയാൽ ഹരാൾഡിനോട് ജാർലു പറയുന്നുണ്ട്, ഹാമർ വീൽഡിംഗ് ജയന്റ് ഷിപ്പ് റൈറ്റ്സ് ആയിരുന്നു ഈ ഗലേലയിലെ ഏൻഷ്യൻ ജയൻസ് എന്ന്, അതായത് വലിയ ചുറ്റിക കയ്യിൽ പിടിച്ചിട്ടുള്ള ജയൻസ്. സോ ഈ ഒയ്മോയും കാഷിയും കാണിച്ച ടൈമിൽ തന്നെ അങ്ങനെ ഒരു വോയിസ് ഓവർ വന്നത് ഓടാ മനഃപൂർവ്വം ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് ചെയ്തതാകാം. അതേപോലെ തന്നെ ഈ ഐസ്ബർഗിന്റെ ഗലേല കമ്പനിയുടെ ലോഗോ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു വൈക്കിംഗ് ലോങ് ബോട്ട് ആണെന്ന് കാണാം. ഇപ്പോൾ പങ്ക് ഹസാഡിൽ ആ ഫ്രീസ് ആയി കിടക്കുന്ന ജയൻസിനെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ടാറ്റു നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ വർഷങ്ങൾക്ക് മുമ്പേ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഗലേല ജയൻസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഗലേല കമ്പനി എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പേരിടുന്നതിന് മുമ്പ് ഈ ഐസ്ബർഗ്, ഫ്രാങ്കി, പിന്നെ മിസ്റ്റർ ടോം ഒക്കെ ഉൾപ്പെട്ടിരുന്ന ആ ഗ്രൂപ്പിന് പേര് ടോംസ് വർക്കേഴ്സ് എന്നായിരുന്നു. റോജറിന്റെ ഷിപ്പായിട്ടുള്ള ഓറോ ജാക്സൺ പണിഞ്ഞത് ടോം ആയിരുന്നല്ലോ. അപ്പൊ ആ ഒരു കുറ്റത്തിന്റെ മേളിൽ വേൾഡ് ഗവൺമെന്റ് അങ്ങേർക്ക് വധശിക്ഷ വിധിക്കുകയും പിന്നീട് ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ള ഒരു കരാറിന്റെ മേളിൽ ആ വധശിക്ഷ റദ്ദാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ കാലക്രമേണ ഐസ്ബർഗും ആദ്യം ഈ വഴിയായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത്. വേൾഡ് ഗവൺമെന്റ് വളരെ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജയൻസിന്റെ ആർമി ഉണ്ടാക്കാനാണെന്ന് നമുക്കറിയാം. ഇപ്പൊ അതിനായിട്ടുള്ള സാമ്പിൾസിന് വേണ്ടി തന്നെയാണ് ഈ പങ്ക് ഹസാഡിലെ ജയൻസിനെ ഫ്രീസ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പൊ നേരെ ത്രില്ലർ ബാർക്കിലേക്ക് പോയാൽ അവിടെ ഗെക്കോ മോറിയ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതായത് ലാൻഡ് ഓഫ് ഐസ്, ഐസ് നിറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നാണ് കോണ്ടിനെന്റ് പുള്ളർ എന്നറിയപ്പെടുന്ന ഏൻഷ്യന്റ് ജയന്റായ ഓർസിന്റെ ബോഡി മോറിയയ്ക്ക് കിട്ടിയത് എന്ന് അങ്ങേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കിട്ടിയ ലൊക്കേഷൻ, അതായത് ഈ ലാൻഡ് ഓഫ് ഐസ്, പങ്ക് ഹസാഡ് ആയിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഈ ഗലേല ജയൻസിന്റെ ലീഡർ ആയിരുന്നിരിക്കണം ഓർസ്. ഇനി ഈ പറഞ്ഞ ഓർസിനെയും പിന്നെ നമ്മൾ മറൈൻ ഫോർഡിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്ന ഓർസ് ജൂനിയറിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു സിമിലാരിറ്റി സ്പോട്ട് ചെയ്യാൻ പറ്റും, അതായത് ആ 3 തലയോട്ടിയുള്ള എംബ്ലം. ഇതേ ടൈപ്പ് ഒരു എംബ്ലം പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ബ്ലാക്ക് ബിയേർഡിന്റെ ജോളി റോജറിലാണ്. അതുമാത്രമല്ല, മോറിയ പറയുന്നുണ്ട്, കേട്ട കഥകൾ വെച്ചിട്ട് ഓർസ് ഒരു നേഷൻ ഓഫ് വില്ലൻസ്, അതായത് കുപ്രസിദ്ധരായ ആൾക്കാരുടെ ഒരു രാജ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത ആളാണെന്ന്. ഇതേ കാര്യം തന്നെയല്ലേ ഇപ്പൊ ബ്ലാക്ക് ബിയേർഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നതും. ബ്ലാക്ക് ബിയേർഡിന്റെ ഒരു കിങ്ഡം ഉണ്ടാക്കിയെടുക്കുക, ഒരു നേഷൻ ഓഫ് വില്ലൻസ്. ഹാച്ചിനോസു ബേസ് ആക്കി വെച്ചിട്ട് ഇതേ പരിപാടികൾ തന്നെയാണ് റോക്സും പണ്ട് ചെയ്യാനിരുന്നതെന്ന് നമുക്കിപ്പോൾ കിട്ടുന്ന ഫ്ലാഷ് ബാക്കുകളിൽ നിന്നും വ്യക്തമാണ്. സോ ഈ റോക്സിനും ബ്ലാക്ക് ബിയേർഡിനും ഒക്കെ ഈ ഗലേല ജയൻസുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവുമോ? പിന്നെ അവരുടെ അത്രയും സൈസും തലയിൽ കൊമ്പും ഒന്നും ഇവർക്കില്ലാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്യുവർ ബ്ലഡ് ലൈനിലുള്ളവരായിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ടല്ലോ. സോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുമോ എന്നുള്ള സംശയം തള്ളിക്കളയാനായിട്ട് പറ്റില്ല. പിന്നെ ഫിഷ്മാൻ ഐലൻഡിലെ ആ നോവ എന്ന് പറഞ്ഞ ജയന്റ് ഷിപ്പിനെ പറ്റി സീ കിങ്സ് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. ഈ ഷിപ്പ് ഇപ്പോൾ വല്ലാത്ത ടെറിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ്. സോ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നു. അതിനിടയിൽ ഇവരൊരു സ്പെസിഫിക് ക്ലാനിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്, അവരുടെ സ്കിൽസ് വെച്ച് ഈ ഷിപ്പ് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന്. സോ ഇത്രയും വലിയൊരു ഷിപ്പ് ആ കാലത്ത് നിർമ്മിച്ചത് ഈ ഏൻഷ്യന്റ് ജയൻസിന്റെ ഗ്രൂപ്പായിട്ടുള്ള ഗലേല ഷിപ്പ് റൈറ്റ്സ് തന്നെ ആയിരിക്കും. അവരുടെ ആ ഒരു ക്ലാനിനെ പറ്റി തന്നെ ആയിരിക്കും ഇവിടെ സീ കിങ്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ടോം വർക്കേഴ്സിന്റെ കയ്യിൽ ഏൻഷ്യന്റ് വെപ്പണായിട്ടുള്ള പ്ലൂട്ടോണിന്റെ ബ്ലൂ പ്രിന്റ്സ് ഉണ്ടായിരുന്നു. അത് ഡിസൈൻ ചെയ്തത് ആരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അത് ഈ ഗലേലയിലെ ഏൻഷ്യന്റ് ജയൻസ് ആയിരിക്കാം.
അങ്ങനെയാണെങ്കിൽ ഈ ഗലേല ജയൻസിന് എന്തുകൊണ്ടാണ് വൺ പീസ് വേൾഡിൽ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് എന്നുള്ളതും അതേപോലെ തന്നെ ഐസ്ബർഗിന്റെ ആ കമ്പനിക്ക് ഗലേല കമ്പനി എന്ന് പേര് വെച്ചത് എന്തുകൊണ്ടാണെന്നും വ്യക്തമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഈ പറഞ്ഞതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ തിയറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും ബൈ ബൈ.